കേരള പദയാത്രയോടനുബന്ധിച്ച് കണ്ണൂരിലെ മതസാമുദായിക നേതാക്കന്മാരുടെയും പൗരപ്രമുഖരുടെയും സ്നേഹസംഗമത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുകയാണ്. തത്സമയം സംഭവിക്കുന്ന പിഴവാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ രാജ്യം മുഴുവൻ ഒരു വലിയ മാറ്റത്തിന്റെ കാറ്റ് നമ്മുടെ രാജ്യത്ത് മുഴുവൻ ഉണ്ടായപ്പോഴും കേരളത്തിൽ അന്ന് എല്ലാവരും അതിന് നേരെ വിപരീത ദിശയിലാണ് സഞ്ചരിച്ചത്. അടിയന്തരാവസ്ഥയിൽ മാത്രമല്ല, അതിനുശേഷം ജനതാ പരീക്ഷണം പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും 80കളുടെ അവസാനം VP സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ മാറ്റം നമ്മുടെ രാജ്യത്തുണ്ടായപ്പോഴും മലയാളികൾ മുഖം തിരിഞ്ഞ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. 2014 നരേന്ദ്രമോദിക്ക് അനുകൂലമായി രാജ്യം മുഴുവൻ ചിന്തിച്ചപ്പോഴും കേരളം അതിന് വിപരീതമായിട്ടാണ് ചിന്തിച്ചത്. 2019 നാം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടു. കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാവും എന്ന് നമ്മളെ മോഹിപ്പിക്കാൻ അന്നത്തെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും എല്ലാം സ്വാധിച്ചു. അതിന്റെ ഫലമായി കേരളത്തിൽ വീണ്ടും വലിയ തിരിച്ചടികൾ ഉണ്ടായി. 2024 അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത പൊതുസമൂഹത്തിൽ നിന്നാണ് ആദ്യം ഉയർന്നു വരേണ്ടത്. എന്താണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്ത് വരുത്തിയ മാറ്റം എന്നുള്ളതിന് ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ നാടിലെ ഓരോ സ്പന്ദനങ്ങളും ഓരോ അനുഭവങ്ങളും നമ്മളെ നേരിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 2014 മുമ്പ് നിങ്ങളെല്ലാവരും കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ നിരന്തരമായിട്ട് പോയിട്ടുള്ളവരാണ്. 2014 ശേഷവും നിങ്ങൾ വിമാനത്തിൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നു, തീവണ്ടി സ്റ്റേഷനിലൊക്കെ പോകുന്നു. നോക്കൂ, നിങ്ങൾ ഇന്ത്യയിലെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ 2014 മുമ്പ് നമ്മൾ ചെന്നാലും മൂക്ക് പൊത്താതെ നമുക്ക് നമ്മുടെ തീവണ്ടി ഓഫീസുകളിൽ കയറാൻ സാധിക്കുമായിരുന്നു. നമ്മളെല്ലാവരും രാവിലെ കുളിച്ച് ആഹാരമൊക്കെ കഴിച്ച് തീവണ്ടി യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ നമ്മൾ ആദ്യം തീവണ്ടിയിൽ കയറി ചെയ്യുന്ന പണി നമ്മൾ ചില്ല് താഴ്ത്തും, ജനലിന്റെ ചില്ല് താഴ്ത്തും. കാരണം നമുക്ക് പുറത്തേക്ക് നോക്കാൻ പറ്റില്ല. അത്രമാത്രം മനുഷ്യ മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു റെയിൽ പാളങ്ങളായിരുന്നു 2014 മുമ്പിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നത്. ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചേഞ്ചസ് ആണ്. 2019 24 കഴിയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ ഇന്ത്യയിലെ 98% തീവണ്ടികളും ബയോ ടോയ്ലറ്റുകൾ നിറഞ്ഞ തീവണ്ടികളാണ്. ഇന്ത്യയിൽ ഇനി 2% പാസഞ്ചർ തീവണ്ടികളിൽ മാത്രമാണ് ബയോ ടോയ്ലറ്റ് ഇല്ലാത്തത്. എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇന്ത്യയിലെ ട്രെയിൻ കണക്ടിവിറ്റിയും തീവണ്ടികളുടെ എണ്ണവും ലോകത്തെ ഏത് രാജ്യത്തുള്ളതിനേക്കാൾ കൂടുതലാണ്. പക്ഷേ കഴിഞ്ഞ 9.5 വർഷത്തിനിടയിൽ ഉണ്ടായ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് മോദി ചൂലെടുത്തത് ഒരു സേവനവാരം നമ്മൾ ഗാന്ധി ജയന്തിയോട് നടന്ന ഒരു ദിവസത്തെ അല്ലെ ഒരാഴ്ചത്തെ ഒരു ചടങ്ങാണ്. എല്ലാ മേഖലയിലും നിങ്ങളിൽ പലരും കാശിയിലും മധുരയിലും ഒക്കെ പോയിട്ടുള്ളവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. 2014 മുമ്പിൽ കാശിയിൽ പിതൃതർപ്പണം നടത്താൻ പോയവരും ഇപ്പോൾ കാശിയിൽ പിതൃതർപ്പണം നടത്താൻ പോയവരെ നിങ്ങൾ നോക്കിയാൽ അറിയാം. അന്ന് നമ്മൾ എവിടെയായിരുന്നു തർപ്പണം നടത്തിയിരുന്ന ഗംഗയുടെ അവസ്ഥ എന്തായിരുന്നു? നമാമി ഗംഗ നരേന്ദ്രമോദിക്ക് ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമല്ല. ഇന്ത്യയിലെ എത്രയോ നദികൾ അത് മുഴുവൻ ശുദ്ധീകരിച്ച് കൃഷി ആവശ്യത്തിനും അല്ലാതെ കുടിവെള്ളത്തിനും നമ്മുടെ നദികൾ എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് അറിയണമെങ്കിൽ ഇവിടെ എല്ലാം നദികളെല്ലാം ഇപ്പൊ ഗംഗാ ആരതിയൊക്കെ കണ്ടിരുന്നവർക്ക് ഇത് നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിനകത്തിരുന്നാണോ ഗംഗാ ആരതി നടത്തുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മുടെ സമതലങ്ങളിലെല്ലാം മനോഹരമായിട്ടുള്ള പൂജാപുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 2014 മുമ്പ് ദേശീയപാതയിലൂടെ യാത്ര